യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് മുഹമ്മദ് സഫ എന്ന ഡിപ്ലോമാറ്റ് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള ന്യൂസ് ലോകം മുഴുവൻ ഇപ്പോൾ സ്പ്രെഡായിട്ടുണ്ട്. അടുത്തൊരു ന്യൂക്ലിയർ വാറിലേക്ക് ലോകം പോകുന്നു എന്നുള്ള സൂചനകളാണ് അത് നൽകിയത്. മുഹമ്മദ് സഫ അവിടെ സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് മുഹമ്മദ് സഫ എന്ന ഡിപ്ലോമാറ്റ് രാജിവെച്ചിറങ്ങുകയും ലോകം മുഴുവൻ ഇങ്ങനൊരു ത്രെട്ട് ടെഹ്റാനിലേക്ക് അമേരിക്ക ന്യൂക്ലിയർ ബോംബ് വർഷിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ടെഹ്റാനെ അല്ലെങ്കിൽ ഇറാനെ സമൂലമായി ഉന്മൂലനാശനം ചെയ്യണം എന്നുള്ള വിചാരത്തോടുകൂടിയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഭ്രാന്തൻ ആയ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ കയ്യിലാണ് ഭരണം. ഇപ്പോൾ ഏകദേശം തോൽവിയുടെ രുചി അറിഞ്ഞ ട്രംപ് പലപ്പോഴും ഇത് പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്നും യുണൈറ്റഡ് നേഷൻസിൽ ഒരു സീക്രട്ടായിട്ട് ഉണ്ടായ ഒരു ഇൻഫർമേഷനാണ് ഈ മുഹമ്മദ് സഫ ലീക്ക് ചെയ്തത്. ഇങ്ങനൊരു ഇൻഫർമേഷൻ ലീക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ഡിപ്ലോമാറ്റിക് കരിയർ അദ്ദേഹം രാജിവെച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂസ്. ഇപ്പോൾ ഇങ്ങനൊരു ന്യൂസ് അവിടെ അവർ തമ്മിൽ ചർച്ചയായപ്പോൾ ഇത് സഹിക്കാൻ പറ്റുന്ന മനുഷ്യരാശിയോടുള്ള ഒരു വലിയ ക്രൂരതയായിരിക്കും ഇത് സംഭവിക്കുന്നത്. ഒരു ന്യൂക്ലിയർ വെപ്പൺ എടുത്ത് ഉപയോഗിച്ചാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും നമുക്കറിയാം ഒരു ന്യൂക്ലിയർ ബോംബ് അന്നൊരു ആറ്റോമിക് ബോംബായിരുന്നെങ്കിൽ ഇന്ന് ന്യൂക്ലിയർ ബോംബ് അത്യാധുനികമായ ന്യൂക്ലിയർ ബോംബ് അന്നുണ്ടായ നാശനഷ്ടത്തിന്റെ 10 മടങ്ങായിരിക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നത്. അന്ന് ഹിരോഷിമയിലൊക്കെ മനുഷ്യർ നിന്തുരുകി, മൃഗങ്ങളും പക്ഷിമൃഗാദികളും കുടിവെള്ളം മലിനമായി. അത് അങ്ങനെ മലിനമായതിനു ശേഷം അണുബോംബിൽ നിന്നുണ്ടായ മേഘാവൃതമായ സമയം മുകളിലോട്ട് പോയി പിന്നെ ആസിഡ് മഴയായിട്ട് അത് പെയ്തൊഴിഞ്ഞ് ഉള്ള നദികളും ജലാശയങ്ങളും എത്രയോ കിലോമീറ്റർ 2000 5000 കിലോമീറ്ററുകളാലെ പോയി ഇപ്പോഴും അതിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൈയും കാലുമില്ലാത്ത കുഞ്ഞുങ്ങൾ ന്യൂക്ലിയറിന്റെ ഫലമായിട്ട് ജനറ്റിക്കൽ സംഭവങ്ങളുണ്ടായി. ജപ്പാനെ പോലുള്ള രാജ്യമൊക്കെ പിന്നീട് അത് ഉയർന്നു വന്നത് വളരെ അതിശയകരമാണ്. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും അതിന്റെ അണുവികരണത്തിന്റെ ശക്തികൾ ജപ്പാനിലേക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ടെഹ്റാനിൽ ബോംബിടുന്ന് അറിഞ്ഞാണ് മുഹമ്മദ് സഫ എന്ന ഡിപ്ലോമാറ്റ് തന്റെ കരിയർ പോലും രാജിവെച്ചുകൊണ്ട് വെളിയിലിറങ്ങി ജനങ്ങളുമായിട്ട് ഇത് സംവാദനം ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ ട്വീറ്റുകളും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹം ചെയ്ത വീഡിയോകളും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു. ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ മാറാനുള്ള സാധ്യതകൾ പോലുമുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബോംബ് വർഷിക്കുകയാണെങ്കിൽ 2830 കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയിലും അതിന്റെ അണുവികരണത്തിന്റെ ശക്തികൾ ഡൽഹിയെയും കേരളത്തെയും ഒക്കെ തന്നെ ബാധിച്ചെന്നിരിക്കാം. അപ്പോൾ ഇതിനെതിരെ മനുഷ്യരാശിക്കെതിരെ ഒരു ഉണ്ടാവുന്ന ഈ ഒരു സംഭവത്തിനെതിരെ ഒരു പ്രചാരണം നടത്താനാണ് മുഹമ്മദ് സഫ വെളിയിലോട്ടിറങ്ങിയത്. അദ്ദേഹത്തിന്റെ കരിയർ രാജിവെക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രമാത്രം വിഷണ്ണനായിട്ടാണ് ഈ ഒരു കരിയർ രാജിവെച്ചത്. ഇങ്ങനൊരു ചർച്ച നടന്നപ്പോൾ പോലും അത് നമ്മൾ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ ഇതിനെതിരെ ഒരുപാട് പ്രൊപ്പഗാണ്ടകളും ഒക്കെ നമ്മൾ ഇറക്കണം. അല്ലെങ്കിൽ മനുഷ്യരാശി തന്നെ ഒടുങ്ങിപ്പോകും. പലപ്പോഴും ഇത് ചേരിതിരിയാനും ഒക്കെ കാരണമാകാം. ഇറാനും ചൈനയുമായിട്ടൊക്കെയുള്ള റഷ്യയുടെ ചേരികളൊക്കെ തിരിഞ്ഞ് ഇതൊരു വേൾഡ് വാറിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനൊരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് ലോകം മുഴുവൻ ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മുഹമ്മദ് സഫ രാജിവെച്ചതും കറക്റ്റാണ്. നമുക്കെതിരെ ഇതിനായിട്ട് പ്രതികരിക്കാം, പ്രചരിപ്പിക്കാം, നമ്മൾ അറിയുന്നവരോടെല്ലാം പറയുക. മനുഷ്യരാശിക്ക് ഇങ്ങനെ ക്രൈം